ഇത് ബാത്റൂം ആണ് മനെ. ഇതൊക്കെ കഴിയണില്ലല്ലോ. ഇതിനുള്ളിക്കുണ്ട് ബാത്റൂം. പുറത്ത് നോക്കിയപ്പോ അത്ര വലിപ്പമൊന്നുമില്ല. ടോയ്ലറ്റ്. ഇതെന്താടാ? ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന ഇലക്ട്രിക് ബസ്സാണ്. അത് ലോകത്തിലെ തന്നെ ആദ്യത്തെ 13.5 മീറ്റർ EV കോച്ചാണ് വെച്ചാൽ. റൈറ്റ് സൈഡിൽ ഐഷർ, ലെഫ്റ്റ് സൈഡിൽ ടാറ്റ, ഏറ്റവും ലെഫ്റ്റ് സൈഡിലൊരു JBMന്റെ വണ്ടി നിങ്ങൾക്ക് കാണാം. പിന്നെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് അശോക് ലൈലാൻഡ് ഒരു യമണ്ടൻ സാധനമുണ്ട്. ഒരു പക്ക പ്രീമിയം വണ്ടി തന്നെയാണ് മച്ചന്മാരെ കേട്ടോ. JBM സീറ്റിലാണെങ്കിൽ പോലും JBMന്റെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. മച്ചന്മാർ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിലെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൻ്റെ മുന്നിലാണ് മച്ചന്മാരെ ഞങ്ങളുള്ളത്. ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ BOCAയുടെ അതായത് ബസ് ആൻഡ് കാർ ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു എക്സിബിഷനും മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു ഹെവി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലേ? അതെ, പ്രവാസ് 4.0 കാണില്ല. പ്രവാസ് 4.0 എന്നുള്ളൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. CCOയുടെ ഒരു അടിപൊളി പരിപാടിയാണ്. റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ, ഇത്രയും കാലം നിങ്ങൾ കാണാത്തതും റോഡിലും ഓൺലൈനിൽ പോലും കാണാത്ത പല സംഭവ വികാസത്തിന്റെ അകത്ത്, അതായത് വണ്ടി ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ കണ്ടോ, വോൾവോ ഏഷ്യർ തൊട്ട് വീര, ലൈലാൻഡ്, ദാമോദർ, ഇങ്ങനെ തുടങ്ങി പല കമ്പനികൾ, ഏഷ്യർ, ലൈലാൻഡ്, ടാറ്റ, പിന്നെ സ്പെയറുമായിട്ട് റിലേറ്റഡ് ബസ്സിൽ ബുക്കിങ്ങിന്റെ കമ്പനീസ്, AC-യുടെ കമ്പനീസ്, അതായത് ജിങ്കി പോലുള്ള AC കമ്പനീസ്, അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ? അതെ, എല്ലാ കമ്പനികളും, അതായത് വാഹനമായിട്ട്, അതായത് വലിയ വലിയ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സംഭവങ്ങളും ഒറ്റ കൂടെ കീഴിലാണ് ഒരു എക്സ്പോ പോലെ ഇവിടെ സെറ്റ് പറഞ്ഞില്ല കേൾക്കൂല. അപ്പോൾ നമ്മളെ മെയിൻ എൻട്രൻസ് ഇതിലെങ്ങനെ കയറി വരുമ്പോൾ തന്നെ മച്ചന്മാരെ ഇവിടെ തന്നെ 2 ഡോറുണ്ട്. ഇതിലേത് ഡോറിലൂടെ വേണമെങ്കിലും നമുക്ക് കയറാം. വരവേൽക്കുമ്പോൾ നമ്മളെ സ്വന്തം ഐഷറാണ്. അതെ, ഈ സൈഡിൽ ഐഷർ, ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഐഷർ, ലെഫ്റ്റ് സൈഡിൽ ടാറ്റ, ഏറ്റവും ലെഫ്റ്റ് സൈഡിലൊരു JBMന്റെ വണ്ടി നിങ്ങൾക്ക് കാണാം. പിന്നെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് അശോക് ലൈലാൻഡ് ഒരു യമണ്ടൻ സാധനമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഗരുഡ അല്ലെ? ഗരുഡാണ്. അതായത് 15 മീറ്റർ ചേസ്, അതായത് ലോറിയിലൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് 15 മീറ്റർ അത്രയും ലെങ്ത്തിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ബസ്സിൽ ആദ്യമായിട്ട് 15 മീറ്റർ ചേസ് വന്നിരിക്കുന്നത്, അത് മൾട്ടി ആക്സിലാണ്. അതിന് മെയിൻ ഒരു എന്താ പറയാ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഇന്ത്യസ് ഫസ്റ്റ് ഫ്രണ്ട് എഞ്ചിൻ മൾട്ടി ആക്സിൽ ബസ് ചേസസ് ആണ് അശോക് ലൈലാൻഡ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ? മൾട്ടി ആക്സിൽ ആയിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ വോൾവോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്കാനി ആയിക്കോട്ടെ, ഇതൊക്കെ ബാക്ക് എഞ്ചിൻ വെച്ചിട്ടാണ്. നമ്മുടെ ഒരു ഇന്ത്യയിൽ ഉള്ള നമ്മുടെ ബ്രാൻഡ് ആയിട്ടുള്ള അശോക് ലൈലാൻഡിന് ഫ്രണ്ട് എഞ്ചിൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു ഇന്ത്യക്കാരൻ അതെ, തീർച്ചയായിട്ടും ഗരുഡ് എന്നാണ് അശോക് ലൈലാൻഡ് ആ ഒരു പേരിട്ടിട്ടുള്ളത്. കണ്ടോ, ഗരുഡ് 15 മീറ്റർ ചേസിസ്. അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം പവർ, ടോർക്കാണെങ്കിൽ 900 Nm, 1100 മുതൽ 1800 വരെ RPM വരുന്ന രീതിയിലാണ് വരുന്നത് അല്ലേ? അതെ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 4 സിലിണ്ടർ എഞ്ചിനാണ്, ഓൾറെഡി അറിയാം. അപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണല്ലോ, പഴയ പോലെ 6 സിലിണ്ടർ ഒന്നല്ല, 4 സിലിണ്ടർ എഞ്ചിനാണ് ഇപ്പോൾ ലൈലാൻഡിലൊക്കെ വരുന്നത്. കാരണം മൈലേജ് കൂടുതൽ എഫിഷ്യൻസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ ബാക്കിൽ 2 ടയറുകൾ എക്സ്ട്രാ വീണ്ടും വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു വണ്ടി അവതരിപ്പിക്കുമ്പോൾ അതിലിപ്പോൾ ലോറിയിലൊന്നുള്ള പോലെയല്ല, ബസ് ആകുമ്പോൾ ആ യാത്രാ കംഫർട്ട്, ട്രാവൽ കംഫർട്ട് എന്നുള്ള ഒരു സംഭവം കൂടി നോക്കേണ്ടതുണ്ട് അല്ലേ? വർഷങ്ങളായിട്ട് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഉണ്ട് ലൈലാൻഡിന്, പക്ഷേ ഒരു ബസ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ ആ രീതിയിൽ കംഫോർട്ട് കൊടുക്കണം. ഒരുപാട് ടൈം എടുത്ത് വരാൻ വേണ്ടി എല്ലാവരും വന്നിട്ട് എന്തൊക്കെ ഇവിടെയാണ് എല്ലാവരും ശ്രദ്ധിക്കണേ അല്ലേ? ഇതാണ് ഒരു ബസ്സിന്റെ സ്കെൽട്ടൺ. അതെ, പക്ഷന്മാരെ ടൂറിസ്റ്റ് ബസ് ആണെങ്കിലും അല്ലെങ്കിൽ നൈറ്റ് സർവീസ് വണ്ടി ആണെങ്കിലും ഒക്കെ ചേസ് വന്നിട്ട് അതിലാണ് പണിയെടുത്തത്. ഇപ്പൊ വോൾവോ ഒക്കെ ആണെങ്കിൽ ഫുള്ള് ബിൽട്ടായിട്ട് അവിടെ തന്നെ ഒരു ചേസ് ഉണ്ടാവും. അതിന്റെ മുകളിൽ അവർ സ്വന്തമായിട്ട് ഒരു സ്ട്രക്ചർ അടിച്ചിട്ട് അതൊരു ബോഡിയാക്കി എടുക്കുന്നുള്ളൂ. ഇപ്പൊ പ്രകാശിൽ പോണ വണ്ടികളാണെങ്കിലും MGയിൽ പോണ വണ്ടികളാണെങ്കിലും ഒക്കെ ഇതേപോലെ സ്കെൽട്ടൺ പോകും. വോൾവോന്റെ കേസ് തന്നെ, വോൾവോയുടെ ചേസ് തന്നെ MGയിൽ പോയിട്ട് ബോഡിയായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ നമ്മളെ എന്താണ് സ്റ്റാരിങ്സോ അങ്ങനത്തെ ഒരു വണ്ടി ഇറങ്ങി, നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, യാർഡിലെ വീഡിയോ. സ്റ്റാരിങ്സ് അങ്ങനത്തെ ഒരു വണ്ടി, പേര് മറന്നുപോയി. അതായത് വോൾവോ MGയിൽ ചെയ്യുന്ന ബോഡിയാണ് അത് കേട്ടോ. അപ്പൊ മച്ചാമാരെ ഏഷ്യർ, വോൾവോ ഇതൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കാര്യം ഇങ്ങനെ കറങ്ങി അപ്പുറത്ത് കൂടെ വരാം. ഏഷ്യറിന്റെ
മറ്റേ 15 മീറ്റർ സോറി 13.5 അല്ല, അത് 13.5 മീറ്റർ ഏഷ്യറിന്റെ ഇതാണ്. അത് മറ്റേ ഏഷ്യർ വോൾവോ ആണ്. അതെ, ഏഷ്യർ വോൾവോ 13.5 മീറ്റർ. പിന്നെ വേറെ കാര്യം, ഏഷ്യറും വോൾവോയും നമ്മളെ കൊളാബറേഷൻ ഞങ്ങൾ ഇവിടുന്ന് വ്യക്തമായിട്ട് കാണിച്ചല്ലേ പോലെ. അതായത് സ്റ്റാള് തന്നെ അവർ ഷെയർ ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോ എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ പോലെ അങ്ങനെ ഇടുമോ നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ഏഷ്യർ വോൾവോയുടെ വീഡിയോയില് നമ്മള് മറ്റേ സൂര്യയുടെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഏഷ്യർ വോൾവോയുടെ. അതിനകത്ത് ഇഷ്ടംപോലെ കമന്റ് ചെയ്തു, എടാ ഏഷ്യർ വേറെ ഇടാ, വോൾവോ വേറെ ഇടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഏഷ്യറും വോൾവോയും വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഒരു കൊളാബറേഷനോട് കൂടിയിട്ടാണ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ. ഇപ്പോ നമ്മളെ ഈ ഫസ്റ്റത്തെ സ്റ്റാർ ലൈൻ ആണ്. രണ്ടാമത്തത് ഇത് EV ആണ്. അതെ, ഏഷ്യറിന്റെ EV ബസ്സാണ്. വണ്ടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ നമ്മളെ. ബ്ലാക്ക് കളറാണ്, ഒരു ഗ്ലോസി പെയിന്റ്. ബ്ലാക്ക് അല്ലല്ലേ, ഒരു ഗ്രേ ടൈപ്പ് കളറല്ലേ, ഡാർക്ക് ഗ്രേ ആണ്. അതെ, ഇഷ്ടംപോലെ ആളുകളാണ് ഈ വണ്ടികൾ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓണർമാരുണ്ട്, പിന്നെ ബാക്കി മാനേജേഴ്സ്, വണ്ടി റിലേറ്റഡ് വണ്ടി ഫീൽഡിൽ നിൽക്കുന്ന ഇഷ്ടംപോലെ ആളുകളാണ് ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് അല്ലേ പോലെ. ഇതിപ്പോ 13.5 മീറ്റർ വണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എല്ലാ മിക്കവാറും വണ്ടികളും 12 മീറ്ററിന് മുകളിലാണ്. വേറെ കാര്യം, പുള്ളി നൈറ്റ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വണ്ടികളാണ് കൂടുതൽ ഉള്ളത്. തലയിൽ തൊപ്പിട്ട ആൾക്കാരെ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് നാഷണൽ ലെവൽ പരിപാടിയായിട്ട്. അപ്പൊ കണ്ടില്ലേ, ഇതൊരു EV വണ്ടിയാണ് പറഞ്ഞ പോലെ. എത്ര ബാക്കപ്പ് എത്ര ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാല്ലേ. ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് അടുത്ത വണ്ടി ഉള്ളിൽ കയറണം. പുള്ളി സാധാ ബസ്സിന് വരുന്നത് മാറ്റൊന്നും അച്ഛന്മാരെ ഉള്ളിൽ കയറി കാണിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളെന്തായാലും മൊത്തത്തിൽ ഈ ഒരു എക്സ്പോ എന്താണെന്നുള്ള മൊത്തത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതായത് പ്രവാസ് 4.0 എന്നുള്ള ഈ ഒരു എക്സ്പോയുടെ മൊത്തത്തിലുള്ള ഒരു സംഭവമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. പറ്റുന്ന വണ്ടികളൊക്കെ നമ്മുടെ ഉള്ളിലും കയറി കാണിക്കാം അല്ലേ. അതെ, പറ്റുന്ന വണ്ടികൾ തിരക്കനുസരിച്ചാണ്. അപ്പോ നമ്മുടെ 9600S ഉണ്ട്, നമുക്ക് ഇവിടെ കാണാം. ഇത് ഇവരുടെ ട്രേഡ് മാർക്ക് കളറാണ് ഈ കളർ. കൊള്ളാം, ഇത് ഭയങ്കര രസമുള്ള വോൾവോയുടെ 9600 ആണ് ഈ കാണുന്നത്. പിന്നെ വോൾവോയും ബേസർ നമ്മളെ ടൈപ്പും അതുകൂടി പറഞ്ഞുകൊടുക്കാം. മച്ചമാരെ, ഇതിന്റെ ഫ്രണ്ടേജ് ഒന്നും കാര്യമായിട്ട് അങ്ങനെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ, റിലാക്സ് ഇൻ വോൾവോ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സംഭവം ശരിയാട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ബിൽറ്റ് ക്വാളിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും വോൾവോ അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വോൾവോയിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടാണ്. അതെ, എത്രയൊക്കെ മൾട്ടി ആക്സിൽ വണ്ടി വന്നു കഴിഞ്ഞാലും വോൾവോന്റെ കംഫർട്ട് അതൊരു പടി മുകളിൽ തന്നെയാണ്. കണ്ടില്ലേ, വോൾവോ ഏഷ്യർ ഇവിടെ പോലും അവർ ആ ഒരു കൊളാബറേഷനിലാണ് ഈ ഒരു എക്സ്പോ കാര്യങ്ങളിൽ പോലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കാം. നല്ല തിരക്കാണ്, കുനിഞ്ഞു പോകും. തൊട്ടപ്പുറത്തായിട്ട് നിപ്പോൺ പെയിന്റിന്റെ ഒരു ഇത് കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് MC2 മൊബിലിറ്റി. ഇത് നിപ്പോൺ പെയിന്റിന്റെ കേട്ടോ. അതെ, നിപ്പോൺ പെയിന്റിന്റെ ആഡാണ് സംഭവം. എനിക്ക് മനസ്സിലായ പെയിന്റഡ് ബൈ നിപ്പോൺ പെയിന്റ്. അതായത് നിപ്പോണിന്റെ ബസ്സിന് കടിക്കാൻ പറ്റിയുള്ള പെയിന്റ് ഒരു ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അല്ല ബ്രോ, is it Prakash body? Body is built in Prakash. Okay, and painting is done by Nippon Paint. Okay, that's it. So Nippon Paint ഉപയോഗിച്ചിട്ടാണ് പെയിന്റിംഗ് അല്ലേ ഇവരെ. സെൽഫ് ഹീലിംഗ് ക്ലിയർ കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ PPF ഒക്കെ അടിക്കൂലേ, അവർ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞത്. സ്ക്രാച്ച് ആയി കഴിഞ്ഞാലും വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ സെൽഫ് ഹീലായി പോയിക്കോളും, മാഞ്ഞു പോയിക്കോളും എന്ന് പറയുന്നത്. കെമിക്കൽ റെസിസ്റ്റന്റ്, സ്ക്രാച്ച് റെസിസ്റ്റന്റ്, ഡ്യൂറബിലിറ്റി ആൻഡ് ഇത് ടാബാണ്. ഞാൻ രജിസ്റ്റർ പോസ്റ്ററാണ് ഈ തന്നെ വിചാരിച്ചില്ലേ. ഹീറ്റ് അസിസ്റ്റഡ് ഇത് കണ്ടില്ല, ആ ഒരു എന്താ പറയുക ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ലെവലാണ് സാധനം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിപ്പോണിൻ്റെ പെയിൻറ്റിൻ്റെ ഒരു ആഡാണ്. പക്ഷേ ഇതിൻ്റെ ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള പ്രകാശിൻ്റെ ഇടവച്ചന്മാരെ. ഇത് വണ്ടിയുടെ ഇൻറ്റീരിയർ അല്ല മെയിൻ, പെയിൻ്റാണ് മെയിൻ. ഇത് ഒരു പെയിൻ്റ് ഒന്ന് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നിപ്പോണിൻ്റെ പെയിൻറ്റിൻ്റെ സ്റ്റാളാണ്. അതെ, അപ്പോൾ നമുക്ക് എന്തായാലും കറക്കി തരുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാരണം വീരയെ പറ്റി പറയുമ്പോൾ വീര സാമ്രാട്ടിനെ കുറിച്ച് പറയാതെ വയ്യ. അതെ, കാരണം 13.5 മീറ്ററിൽ അതിൽ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായില്ല. അതെ, കാരണം ശലഭം ഒരു 2-3 കൊല്ലമായിട്ട് ഒന്ന് ഫീൽഡിൽ നിന്ന് ഔട്ടായി നിൽക്കുകയാണ്. കൊറോണ സമയത്തിന് ശേഷം അവർ ശരിക്കും പറഞ്ഞാൽ ഫീൽഡിലില്ല. പക്ഷെ അവർ ഇനി വരവറിയിക്കാൻ പോകണല്ലേ. അതും 10 വണ്ടിയോട് കൂടി. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വരുന്നില്ല, അത് നമ്മളൊരു റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ 2 വണ്ടികളിൽ ഈ വണ്ടി ശലഭത്തിൽ വീരയുടെ ഇവിടെ എക്സ്പോക്കുള്ള അല്ലേ മല. ഒന്ന് ഇവിടെ ഈ ഒരു വണ്ടിയുണ്ട്, തൊട്ടപ്പുറത്ത് 2 വണ്ടിയുണ്ട്. അത് ഈ 2 വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വേറെ ലെവലാണ്. ഈ ഫ്രണ്ടിൽ ഈ ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇത് ഡീസൽ എഞ്ചിനാണ്, പക്ഷെ അപ്പുറത്തെ വണ്ടി അത് EV ആണ്. EVയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന ഇലക്ട്രിക് ബസ്സാണ്. അത് ലോകത്തിലെ തന്നെ ആദ്യത്തെ 13.5 മീറ്റർ
EV കോച്ചാണ് വെച്ചാൽ ഡബിൾ ആക്സിൽ കേട്ടോ. അവിടെ അതിന്റെ ഫ്രണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട് 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നത് കണ്ടില്ലേ. 15 മിനിറ്റ്സ് ചാർജിങ് കണ്ടോ. പക്ഷേ വേറെ സംഭവം എടുത്തു പറയേണ്ടത് ഏകദേശം 400 കിലോമീറ്ററോളം ബാക്കപ്പ് ഉണ്ട് അല്ലേ. 400-450 കിലോമീറ്റർ ആണ്. അത് കറക്റ്റ് ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മുടെ ക്രൂവിൽ ഒരാൾ പറഞ്ഞു തന്നാണ് നമുക്ക്. അതെ. പിന്നെ കണ്ടില്ലേ വേൾഡ്സ് ഫസ്റ്റ് 13.5 മീറ്റേഴ്സ് EV കോച്ച് ഓൺ 2 ആക്സിൽസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ 13.5 മീറ്റർ മൾട്ടി ആക്സിൽ, അതായത് EV മൾട്ടി ആക്സിലാണല്ലേ. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ വീരയുടെ സ്വന്തം എഞ്ചിൻ, സ്വന്തം ചേസ്, സ്വന്തം ബോഡി ഒക്കെ സ്വന്തമാണ്. അതെ മച്ചന്മാരെ, വണ്ടി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ വേറെ ലെവൽ. ആ ഫ്രണ്ടിൽ കണ്ടില്ല ആ DRL കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ക്യൂട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വണ്ടി മാത്രം കാണിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. കാരണം ഇഷ്ടംപോലെ ആളുകളാണ് വണ്ടി കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എടുത്തു പറയുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ട്. അതായത് വണ്ടിയുടെ സൈഡിലെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഡ് ഡിസൈനിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് 13.5 മീറ്റർ ഓൾറെഡി പറഞ്ഞില്ല, 13.5 മീറ്റർ വണ്ടിയാണ്. എഞ്ചിൻ സ്പെക്കിലേക്ക് വരുമ്പോൾ 6 സിലിണ്ടർ വണ്ടിയാണിത്. 6 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ 220 bhp ആണ് പവർ വരുന്നത്. 220 bhp ആണ്. 950 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ സാധാ നമ്മളെ ബസ്സിൻ്റെ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ മച്ചന്മാരെ, ഈ വണ്ടിനെ പറ്റി പറഞ്ഞാൽ വേറൊരു സംഭവം കൂടി എടുത്തു പറയേണ്ടത്, നമുക്ക് അഭിമാനിക്കാനൊരു വകുപ്പുണ്ടായില്ല. അതെ, നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സംഭവം ഈ വണ്ടിയുടെ ഒരു പെയിന്റിംഗ് ആണ് മച്ചന്മാരെ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സിനി ചേട്ടൻ്റെ പെയിന്റിങ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയേക്കാം. കോപ്പിറൈറ്റ് അടിക്കാനുള്ള എല്ലാ വകുപ്പും കണ്ട് അല്ലേ, കോപ്പിറൈറ്റുള്ള എല്ലാ വകുപ്പുണ്ട്, എല്ലാ വള്ളിയും കയറി പിടിക്കുന്നത്. ഇത് ചുരുക്കി പറഞ്ഞാൽ ഇത് സ്റ്റിക്കർ അല്ല, ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിച്ചേട്ടന്റെ പെയിന്റിംഗ് ആണ് മച്ചന്മാരെ. അത് മോഹിനിയാട്ടത്തിന്റെ ഒരു പിക്ചർ ഇദ്ദേഹം കൈകൊണ്ട് വരച്ച്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ണ് കണ്ട ജീവനുണ്ടോ അത് സിനിച്ചേട്ടൻ്റെ ആയിരിക്കും. അതെ, സിനിച്ചേട്ടൻ അല്ലെങ്കിൽ ബസ്സുകളിലെ പുള്ളിയുടെ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് പെയിന്റിംഗ് ആണെന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ വണ്ടിയുടെ സൈഡിൽ കൂടെ നടന്നപ്പോൾ സിനി രാജു എന്നുള്ള പെയിന്റിംഗ് കണ്ടു കേട്ടോ, പേര് കണ്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ബാക്കിലെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് കാണിക്കാം. നമ്മളെന്തായാലും ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ പിന്നീട് എടുക്കും. പിന്നെ ഈ വണ്ടി ഇതാണ് നമ്മൾ പറഞ്ഞ 15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന EV. 15 മിനിറ്റ് ഫുൾ ചാർജ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കിലോമീറ്ററിന്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഫാസ്റ്റ് ചാർജിങ്ങിന്റെ പല ടെക്നോളജി ഉണ്ടല്ലോ. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഇറങ്ങട്ടെ. നമുക്ക് എക്സ്പോ ആണ്, നമ്മൾ കാണുന്നത് കാര്യങ്ങൾ ഇവിടുത്തെ ഒരു സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു മാറ്റ് ഫിനിഷില്ല, മൊത്തം പെയിന്റിങ് മൊത്തം മാറ്റില് ബ്ലാക്ക്. ഇത് കണ്ടപ്പോൾ മറ്റേ അസുരാജീവനാണ് ഓർമ്മ നമ്മുടെ സിംഗത്തിന്റെ അല്ലേ. അപ്പോൾ മച്ചാൻ ഇതും ഇന്റീരിയറിൽ കയറാൻ തൽക്കാലം ഒരു ഇതില്ല. പിന്നെ അറിയോ, ഇതിന് പിന്നെ EV ആയതുകൊണ്ട് പിന്നെ എയർവെന്റിന്റെ കാര്യം കൊടുക്കണ്ട, ഫുള്ള് പ്ലെയിൻ ആയിട്ട് വെച്ചാൽ മതി. അതിന്റെ ഒരു നേക്കുണ്ട്. മറ്റേ എയർവെന്റ് വെക്ക് കുറെ ഡോട്ട്. പക്ഷെ ആ V എന്നുള്ള ഏത് വീരേന്റെ V ആണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണല്ലേ താഴെ. അതെ, എല്ലാ രീതിയിലും V തന്നെയാണ് ആ ഹോളായിട്ട് കൊടുത്തതായി ഉദ്ദേശിച്ചല്ലേ. അതെ, വണ്ടികൾ കണ്ട് കഴിഞ്ഞിട്ടില്ല മച്ചന്മാരെ, നടന്നാൽ തീരുവല്ലോ കേട്ടോ, അതിന് മാത്രമുണ്ട്. ഇവിടെ മെയിൻ മച്ചന്മാരെ ഇവിടുത്തെ മെയിൻ കോൺഫറൻസ് കാര്യങ്ങളൊക്കെ അവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം സ്റ്റോളുകളാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറയാം, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, ഇഷ്ടംപോലെ സ്റ്റോളുകൾ. അതായത് ജിങ്കി AC ആണെങ്കിലും, പിന്നെ അതേപോലെ ബസ്സിന്റെ സ്പെയറിലെ ബസ്സിന്റെ സീറ്റ് ആയിക്കോട്ടെ, കൊമ്പായിക്കോട്ടെ, ഇനി അകത്ത് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാ കമ്പനികളും ഇവിടെ ഉണ്ട്. ലൈറ്റ് പിന്നെ പോരാത്തതിന് കാറുകളുടെയും കാറ് നമ്മൾ അതിൽ നടക്കുമ്പോൾ കാണിക്കാം. പിന്നെ 1-2 ബ്രാൻഡുകളൊക്കെ ഉള്ളൂ. മെയിൻ ആയിട്ട് ബസ്സുകളാണ്. അപ്പോൾ ഇക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്ക 9 എന്ന് പറയുന്ന മോഡലാണിത്. ഇത് സിറ്റി ബസ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓഫീസ് ബസ്സായിട്ടും സ്കൂൾ ബസ്സൊക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇലക്ട്രിക് വണ്ടിയാണ്, ഫുള്ളായിട്ട് എന്താ പറയാ, ഫുൾ AC. അതായത് ബാംഗ്ലൂർ ഈ സൈഡിലൊക്കെ ഇങ്ങനത്തെ വണ്ടികൾ കാണാം കേട്ടോ. ഇവരുടെ നാട്ടിലൊന്നും ഇല്ല. ഇവര് പറഞ്ഞാൽ ഇവരുടെ വേറെ വകഭേദല്ലേ, അതോ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ചെയ്യും. മറ്റേ സ്റ്റാർ ലൈൻ ഒക്കെ അല്ലേ, സ്റ്റാർ ലൈനൊക്കെ പല രീതിയിലാണല്ലോ. സ്റ്റാർ ബസ് അതുപോലെ തന്നെ ഇക്കയുടെ ഇലക്ട്രിക് വേരിയൻസ് ആണ്. വണ്ടി മൊത്തം ഫുള്ളാ വെച്ചാൽ പോലെ. നമ്മുടെ നാട്ടിൽ ഈ വണ്ടി ഇല്ല, പക്ഷെ ബാംഗ്ലൂർ ഇവിടെ ഉണ്ട്. ഇവിടെ സിറ്റിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നൊരു മോഡലാണ്. റോഡിലെ രാജാക്കന്മാർ റോഡിലെ രാജാക്കന്മാരാണ് വെച്ച്. നമസ്കാരം ചേട്ടാ, ഏത് വണ്ടിയുടെ ആയിരുന്നു? നമ്മൾ വലശ്ശേരിയാണ്, കണ്ണൂരാണ് തോന്നുന്നത് കേട്ടത്. ഏത് വണ്ടിയുടെ ആയിരുന്നു? നമ്മൾ ലൈൻ വണ്ടിയാണ്. അപ്പോൾ മച്ചന്മാരെ ഇതേപോലെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഒരുപാട് പേരെയാണ് എന്തായാലും കാണും. കാരണം 450ഓളം ബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് മാത്രം ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ കാണുമല്ലോ അല്ലേ. ഇവിടെ എങ്ങോട്ട് കഴിഞ്ഞാൽ മലയാളീസാണ്. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ആൾക്കാരാണ് കൂടുതൽ. ഇത് കണ്ടില്ലേ, വോൾവോയുടെ വോൾവോയുടെ C40 എന്ന് പറഞ്ഞ മോഡലാണത്. ഇത് ഇലക്ട്രിക് ആണ്. വേറൊരു വണ്ടി വേറെ വണ്ടി ഉണ്ടോ? ഇത് തന്നെയല്ലേ ഇക്കാക്ക് 2 വണ്ടിയില്ല ഇവിടെ. ഇക്കാക്ക് കുറേ വണ്ടി. ഇത് ഇലക്ട്രിക് ആണ്.
ഇക്ക മെയിനായിട്ട് ഇലക്ട്രിക് ആണ്. അപ്പോൾ നമ്മുടെ ഈ AC-ന്റെ ഒരു ബ്രാൻഡാണ്, നമ്മുടെ ഈ ജിങ്കി പോലുള്ള ഒരു ബ്രാൻഡാണ് സിറോസ് എന്ന് പറഞ്ഞിട്ട്. അതെ, പിന്നെ അവിടെ സീറ്റിൻ്റെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ അങ്ങനെയാണ്, അതായത് മെയിനായിട്ട് സ്പെയർ ആണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. നിമലേ നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലാണ് ഇതിലുള്ളത്. അതായത് പ്രകാശേട്ടൻ വേറൊരു സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ഇലക്ട്രിക്കല്. പക്ഷെ അത് മെയിൻ പ്രകാശ് ഡിസൈൻ ബോഡി മാത്രമേ പ്രകാശമുള്ളൂ, അത് ഒരു ഇലക്ട്രിക് ബസ് ആണ് അല്ലേ? അതെ, അതായത് കമ്പനീൻ്റെ പേര് പാടെ പോയി നോക്കണം. അതെ, പിന്നെ ഇതാണ് നമ്മുടെ മാരുതി സുസുക്കിൻ്റെ ഒരു സ്റ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് XL6, പിന്നെ അതേപോലെ ഇൻവിറ്റോ ഉണ്ട്, സിയാസ് ഉണ്ട്, പിന്നെ മാരുതിയുടെ സ്വിഫ്റ്റിന്റെ ടൂൾസ് ഇല്ലേ, ടാക്സി ഓടാൻ പെർമിഷൻ അല്ലേ. പിന്നെ വേറെ മെയിൻ സംഭവം ഉണ്ട്, ഇവിടുന്ന് വെച്ചാൽ 150 ഇൻവിക്ടോടെ ഡെലിവറി കൂടെ ഉണ്ട്. അതായത് സ്പെഷ്യൽ ഓഫറിൽ 150ഓളം, അതായത് ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടോ. അതെ, 150 ഇൻവിക്ടോടെ ഡെലിവറി കൂടെ ഈ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെ കുറച്ച് പ്രീമിയം കാർസ് ആയിട്ടുള്ള നമ്മുടെ, അതായത് ബെൻസിന്റെ സ്റ്റാളല്ലേ ഇത്, ബെൻസ് ബെൻസിന്റെ. ഇതൊരു ടാക്സി ഓടിക്കുന്ന ഒരു ടീമിന്റെ, രമേശ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മോട്ടോഴ്സിന്റെ അടിപൊളി കുട്ടികളെ കേട്ട്. അപ്പൊ ഇതാണ് മച്ചാന്മാരെ, അയ്യോ ചങ്ക ചക ചക, അയ്യോ വണ്ടസ് വന്നിരിക്കുകയാണ്. പിന്നെ മച്ചാന്മാരെ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ പ്രകാശിന്റെ വണ്ടിയിട്ട്. ഇപ്പൊ തൊട്ടുപുറത്തായിട്ട് 2 ക്യാരവാൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകാശ് ബോഡി കെട്ടിയൊരു വണ്ടിയാണ്. പക്ഷേ ഫ്യൂച്ചർ ഓട്ടോടെക് എന്ന് പറഞ്ഞ ബ്രാൻഡിന് വേണ്ടിയിട്ട് പ്രകാശ് ബിൽഡ് ചെയ്തിട്ടുള്ള ബോഡിയാണ്. അതെ, ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ശരിക്കും ഫ്യൂച്ചർ ഓട്ടോടെക്കിന്റെ ആണെന്ന് പറയണ്ടാവും. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. വേറെ നിവർത്തിയൊന്നുമില്ല, വിശ്വസിക്കണം. അതെ മച്ചന്മാരെ, വേറെ കാര്യം പറയുള്ളത്, ഇതിന്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക ഡിസൈനാണ്. അതായത് ഒരു ഇന്തോനേഷ്യൻ ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേറെ എന്ത് തോന്നിയെങ്കിൽ അതും വിചാരിച്ചോളൂ, നോ പ്രോബ്ലം. കുറച്ച് ഹൈറ്റ് കൂട്ടി കാണിക്കാം, അതാകുമ്പോൾ ആൾക്കാരെ കിട്ടുന്നില്ല. കേട്ടോ മച്ചാൻ, ഇതാണ് വണ്ടിയുടെ ഒരു ഓവറാൾ വ്യൂ വരുന്നത്. സൈഡിലേക്ക് ഒക്കെ വരുമ്പോൾ കണ്ടില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടി കുറച്ച് ഹൈറ്റ് കൂടുതലും ഉണ്ട് കേട്ടോ അല്ലേ? ഹൈറ്റ് കൂടുതൽ. നൈറ്റ് സർവീസ് ബസ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഓടുന്ന ബസ്സിനെ കാട്ടി ഭയങ്കരമായിട്ട് ഹൈറ്റ് കൂടുതലാണ്. അതെ, നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഉള്ളിലേക്ക് കയറാൻ നമുക്ക് ഇത് സീറ്റർ കം സ്ലീപ്പറാണോ? സീറ്റർ കം സ്ലീപ്പറാണ്. ഇതിന് ബാക്കപ്പ് എത്രടാ പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല, ചോദിക്കണം. ഇത് നമുക്ക് നോക്കാം. ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ വരുന്നത് കേട്ടോ, നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ. ഫ്യൂച്ചർ ഓട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറാൾ. ഉള്ളിലേക്ക് കയറി നോക്കാം. കയറി വരുമ്പോൾ തന്നെ വെച്ചാൽ മതി, ഇതാണ് ഒരു ഓവറാൾ നമ്മുടെ ക്യാബിൻ്റെ ഒരു വ്യൂ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പ്രകാശിൻ്റെ ടിപ്പിക്കൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവരെ പ്രകാശേട്ടാ അതല്ലേ കൊടുക്കും. ഇതാണ് ഉള്ളിൽ കയറിയുള്ള പ്രശ്നം, സ്പേസ് ഉണ്ടാവില്ല മച്ചാന്മാരെ. നമുക്ക് പോവാം. അപ്പോൾ മച്ചാന്മാരെ ഉള്ളിലേക്ക് കയറുമ്പോൾ പറഞ്ഞ പോലെ സീറ്റർ കം സ്ലീപ്പറാണ്. ഇവിടെ കാണിച്ചാൽ ഉള്ളിൽ കയറണം കേട്ടോ. ഇതാണ് അടിയിൽ റൈറ്റ് സൈഡ് മൊത്തം സീറ്റും, അതിന് മുകളിലുള്ള സാധാ പോലെ തന്നെ സ്ലീപ്പർ കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ല, റൈറ്റ് സൈഡ് മാത്രമേ സീറ്റ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇലക്ട്രിക് വണ്ടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇറങ്ങാം. തൊട്ടപ്പുറത്ത് 2 ക്യാരവാൻ ഉണ്ട്, പിന്നെ JBMന്റെ 2 വണ്ടി, രണ്ടല്ലോ, ഒരു വണ്ടി കൂടെ ഉണ്ട്. കണ്ടിറങ്ങാം. അപ്പോൾ മച്ചാന്മാരെ തൊട്ടപ്പുറത്ത് 2 വണ്ടി, ഇത് രണ്ടും ക്യാരവാനാണ്. അതായത് SRM PR ക്യാരവാൻ, അതായത് SRM PRന്റെ ക്യാരവാൻസ് ആണ് ഇത് രണ്ടും. അവർ മെയിനായിട്ട് ക്യാരവാൻസ് ഡിസൈൻ ചെയ്യുന്ന കമ്പനിയാണ് SRM PR. അതായത് ARAI, അതായത് ARAIന്റെ അപ്രൂവൽ. ഇന്ത്യയിൽ ശരിക്കും ക്യാരവാൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ARAIന്റെ അപ്രൂവലാണ്. അപ്പോൾ ഈ ടീം ക്യാരവാനും ക്യാമ്പർ വാനും മോട്ടോർ ഹോം അങ്ങനെ ഒരുപാട് സെറ്റപ്പ്, ഇപ്പോൾ ആംബുലൻസ് അടക്കം സെറ്റ് ചെയ്യണ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോഴ്സിൻ്റെ അർബാനയാണ്. ഇതൊരു ക്യാരവാനായിട്ട് ഇവർ കൺവേർട്ട് ചെയ്തൊരു വണ്ടിയാണ്. കണ്ടില്ലേ, ഇത് എല്ലാ വണ്ടീൻ്റെ ഉള്ളിലും തിരക്കാണ്. കണ്ടില്ലേ, ഇതാണ് വണ്ടീൻ്റെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ടോ. എവിടെ പോയാലും തിരക്കാണ്. സംഭവം കണ്ടോ, ക്യാമ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് അതൊക്കെ. ഡ്രീം ചേസർ അതുണ്ടോ, ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെൽട്ടർ പോലെ. അതായത് ഇതിൻ്റെ അടിയിൽ നമുക്കൊരു പരിപാടിയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ സംഭവം കൊള്ളാൻ വെച്ചാൽ വരെ ഇതിൻ്റെ ഉള്ളിൽ പറ്റിയാൽ നമുക്കൊന്ന് കയറാം. ആടിപ്പൊളി വണ്ടിയാണ്. കാരണം ക്യാരവാൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഓജസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരവാൻ ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ കേരള ബേസ്ഡ് കമ്പനിയല്ല, SRM PR. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് മച്ചാന്മാരെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്.
ಮಂಗಲಂ ಸೀನು ಪಾರ್ಟಿ ಅಂದ್ರೆ ಇಂಡಮಿಗಾನ ಸೂಟ ವಿದೆ ಮೊದರ್ತುನೆ ಅದು ಮಂಗಲರ್ಲಿಂದೆ ബെഡ് ಅಂದ್ರೆ ಚಿನ್ನರು ಪಾರ್ಟಿಗೆ ಅన్ని ಕೋಟ್ಲ ಸಲುಕ അവിടെ ടി വി കാര്യങ്ങള് ഇവിടെ ബെർത്ത് തൊട്ടപ്പുറത്ത് അത് ടോയ്ലറ്റ് ഏരിയ ആയിരിക്കും ഇത് ബാത്റൂം ആണ് മനെ ഇതൊക്കെ കഴിയണില്ലല്ലോ ഇതിനുള്ളിക്കുണ്ട് ബാത്റൂം പുറത്ത് നോക്കിയപ്പോ അത്ര വലുപ്പമില്ല ഇതില് ടോയ്ലറ്റ് ഇതെന്താടാ ഇത് ടോയ്ലറ്റ് ഇതെന്തേര് ഇത് കുക്കിങ്ങിനാണോ ഇവലെ കുക്കിംഗ് ആണ് ഓവൻ കാര്യങ്ങള് ഇത് കുക്കിംഗ് ഏരിയ ആണ് ഓവൻ ഉണ്ട് ഇവിടുത്താണ് ബാത്റൂം കണ്ടോ ഫുൾ ഹൈടെക് ആണ് വെച്ചാൽ മതി വാഷ്റൂം കാര്യങ്ങള് കണ്ടോ ഇതിന്റെ ഉള്ളിൽ ഒരു ആംബിയൻസ് പോലും വാഷ്റൂം പോയി ഇറങ്ങാൻ തോന്നില്ല മോനെ ഇത് പക്കാ കിച്ചൺ കിച്ചൺ അല്ലേ സെറ്റ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓവൻ ഇതൊക്കെ ഓരോ സാധനങ്ങള് പൊടി ഐറ്റംസ് ഒക്കെ എടുത്തേക്കാം അത് കൊണ്ടൊരു ട്രിപ്പ് പോലെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോലെ പോലെ ഇത് ക്യാമ്പർ വാനായിട്ട് യൂസ് ചെയ്യാം ക്യാരവാൻ ഉപരി ക്യാമ്പിങ്ങിനൊക്കെ പോകാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെ സ്ഥലം ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതൊന്നും പുറത്തേക്ക് ഇറങ്ങാം മച്ചമാരെ ഞങ്ങളിപ്പോ ആ വണ്ടിയുടെ അതായത് ക്യാരവാന്റെ ക്യാബിനിലാണ് അല്ലേ അതെ മച്ചാ ഇത് ലൈലാൻഡ് ആണ് മച്ചാ അശോക് ലൈലാൻഡ് ഇത് ഓട്ടോമാറ്റിക്കാ മോനെ നമ്മള് അറിയാത്ത പല സെറ്റപ്പും ഉണ്ട് കേട്ടോ അതെ അതൊക്കെ മാപ്പ് കാര്യങ്ങള് ജിങ്കിന്റെ AC കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അശോക് ലൈലാൻഡ് 210 വീൽ ബേസ് വണ്ടിയാ തോന്നുന്നുണ്ട് കണ്ടിട്ട് വേറെ ഓപ്ഷനാണ് വേറെ ഓപ്ഷനാണ് ഇത് സ്പെഷ്യൽ ഓപ്ഷനാണ് ഓട്ടോമാറ്റിക്കായി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ക്യാബിൻ ഡ്രൈവർ ക്യാബിനിൽ പോലും ആ ഒരു ആംബിയൻസ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഫുള്ള് വുഡൻ തീം കിട്ടോ ഈ യൂസ് ചെയ്ത റെക്സിനാണെങ്കിൽ പോലും പ്രീമിയം ക്വാളിറ്റി റെക്സിൻസ് കാര്യങ്ങൾ ക്ലീനർ സീറ്റ് ഇവിടെ ഒരു പാർട്ടീഷൻ വരും പാർട്ടീഷൻ കാര്യങ്ങൾ വരും ഇവിടെ പോലും വാഷ് സ്പേസ് ഉണ്ടാവും പുറത്തേക്ക് ഇറങ്ങിയാലോ AC ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ നോർമൽ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന AC ഇത് കൊള്ളാലോ ഡ്രൈവർക്ക് വരെ ലക്ഷറിയില്ലേ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി മച്ചന്മാരെ ഒരു വണ്ടി കൂടെ കാണിച്ചു തരാം അതും കൂടി കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യും അതായത് മച്ചന്മാരെ നമ്മൾ നേരത്തെ നമ്മുടെ പ്രകാശ് ബോഡി ആയിട്ടുള്ള അതായത് ഫ്യൂച്ചർ ഓട്ടോടെക്കിൻ്റെ വണ്ടീനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ ഈ വണ്ടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഈ ഒരു സൈഡിലേക്ക് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ടാറ്റയുടെ ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് കാണാം റൈറ്റ് സൈഡിലാണ് ചേച്ചാണോ നമുക്ക് JBM കഴിച്ചാൽ എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ JBMന്റെ ഒരു ഇലക്ട്രിക് വണ്ടി കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതും അത്യാവശ്യം എന്താ പറയാ ആ ഒരു ഫ്രണ്ട് എന്നൊക്കെ കാരണം ഒരു ക്യൂട്ട് ഡിസൈൻ അല്ലേ പോലെ നമുക്ക് കണ്ട് പരിചയമൊന്നുണ്ടാവില്ല പക്ഷേ ബാംഗ്ലൂരിൽ അതെ JBMന്റെ ഇഷ്ടംപോലെ വണ്ടികൾ ബാംഗ്ലൂർ ഓടുന്നുണ്ട് 100% ഇലക്ട്രിക് ലക്ഷറി കോച്ച് അതാണ് JBMന്റെ ഈ ഒരു വണ്ടിയെ പറ്റി പറയാനുള്ളത് എത്ര കിലോമീറ്റർ കവറേജ് ഉണ്ട് എന്നുള്ളതൊക്കെ ആ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ടല്ലോ പക്ഷേ പറയാം നമ്മുടെ ഈ ഒരു JBMന്റെ വണ്ടിയുടെ ഒരു സ്പെക്ക് കാര്യങ്ങളൊക്കെ ഈ കൊടുത്തിരിക്കുന്ന കേട്ടോ അതായത് ഇതിന്റെ റേഞ്ച് കാര്യങ്ങൾ ഡെയിലി ഓപ്പറേഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട് പക്ഷേ വൺ ടൈം റേഞ്ച് എത്രയാണെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല ഇടയ്ക്ക് ചാർജ് ചെയ്യാൻ ബ്രേക്ക് ഉണ്ടാവുമല്ലോ അതിൽ ചാർജ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡെയിലി അതായത് വൺ ടൈം റേഞ്ച് എത്രയാണെന്ന് അറിയില്ല വൺ ടൈം ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ ഓടുന്ന അറിയില്ല അപ്പോൾ എന്തായാലും ഇതാണ് ഒരു വണ്ടി കേട്ടോ കിഡിലൻ വണ്ടി തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറാം ഇതിലും ആൾക്കാരുണ്ട് ഒരു പക്ക പ്രീമിയം വണ്ടി തന്നെയാണ് മച്ചാന്മാരെ കേട്ടോ JBM സീറ്റിലാണെങ്കിൽ പോലും JBMന്റെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം സത്യം പറ ഇത്ര ഫ്രീ ആയിട്ട് ഒരു വണ്ടിയിൽ നമ്മളിന്ന് കയറിയിട്ടില്ല ഇവരെ ഇത് കൊള്ളാട്ടോ വീൽ ബേസ് ഉണ്ട് കൊള്ളാല്ലേ അത് പുഷ് ബാക്ക് ആണ് പുഷ് ബാക്കിന് ഈ ഒരു രീതിയിൽ പുഷ് ബാക്കിൻ്റെ തരുന്നത് എത്ര ഉണ്ട് പുഷ് ബാക്ക് ഇത് 4 സ്റ്റെപ്പ് അത്ര പോകും നല്ല ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് സീറ്റല്ലടാ തൈ സപ്പോർട്ട് ഉണ്ട് വാ അപ്പോൾ നമുക്ക് ഇറങ്ങാം നമുക്ക് ടാറ്റേൻ്റെ ആ ഒരു സെക്ഷൻ കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് JBMന്റെ ഇതിൻ്റെ ക്യാബിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ കണ്ടില്ല വെച്ചാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നത് ക്യാമറയുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും പുറത്തേക്ക് കിടക്കാം തിരക്കാണ് മച്ചന്മാരെ എല്ലായിടത്തേക്കും എവിടെ പോയാലും തിരക്കാണ് അപ്പോൾ ടാറ്റേൻ്റെ ഒരു ഏരിയ കൂടെ ഉണ്ട് ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ അതായത് ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടാറ്റയുടെ മാഗ്ന EV നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ വിംഗറിന്റെ അതെ വിംഗറിൽ കൊടുത്തുള്ള അതേ ഡിസൈൻ തന്നെ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് കളറിൽ അതപ്പുറത്ത് വിംഗറിൽ തന്നെടാ ആകെ കളറിൽ മാത്രം പുതിയ ഡിസൈനാണ് അപ്പോൾ മച്ചന്മാരെ ഇത് വീണ്ടും ഒരു ടാറ്റ വിംഗറാണ് തൊട്ടുപുറത്തായിട്ട് നമ്മുടെ ടാറ്റയുടെ ടാറ്റ അൾട്രാ പ്രൈം CNG ഇത് CNG വണ്ടിയല്ലേ
ശരിക്കും പറഞ്ഞാൽ മാർക്കോ പോളോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡി ബിൽഡിംഗ് യൂണിറ്റ് ആണ്. അതായത് ടാറ്റയുടെ ബസ്സിൻ്റെ ഒക്കെ ബോഡി ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ് മാർക്കോ പോളോ. അൾട്രാ CNG പ്രൈം എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. പിന്നെ ടാറ്റയുടെ മറ്റൊരു വണ്ടി അൾട്രാ ഇതും EV ആണല്ലോ. ഇത് കൊള്ളാം, നല്ല ക്യൂട്ട് ഡിസൈൻ അല്ലേ, കൊള്ളാലോ. JBM ഒരു ഡിസൈൻ പോലെ. അതെ, ടാറ്റേനെ എവിടെ പോയി കഴിഞ്ഞാലും ഇവിടെ സ്കാൻ ചെയ്ത് ഭയങ്കര ചെറിയ വണ്ടിയാണ്. അതല്ലേ, ഫിക്സ് ക്ലാസ് വണ്ടിയാണ് ഇത്. 2 ഫിക്സ് ക്ലാസ് അല്ലേ, കൊള്ളാട്ടോ. ഇത് ഹൈറ്റും കൂടുതലല്ലടാ അല്ലേ, ഹൈറ്റും കൂടുതലുണ്ട് ഈ വണ്ടി. ഒന്ന് ഉള്ളിൽ കയറണ്ട. അയ്യോ അതെ എടാ, നമ്മുടെ ഹണീബിന്റെ ടീമല്ലത്. അയ്യോ നിങ്ങളിപ്പോഴെന്നേ പച്ചമാരെ, ഇത് നമ്മുടെ ഹണീബിന്റെ സ്വന്തം പാർട്ട്ണർമാരിൽ ഒരാളാണ് നികേഷ് ഏട്ടൻ. മറ്റേ പുള്ളിയുടെ ഹരിയേട്ടൻ. എന്താ വർത്താനം? നല്ല വർത്താനം. അങ്ങനെ പോണ്ട്. ടാറ്റ എടുക്കണ്ടോ? ടാറ്റ വണ്ടി ജസ്റ്റ് നോക്കാതെ പറ്റി ഇഷ്ടപ്പെട്ട എടുക്കാനല്ലേ. ഇവിടെ തന്നെ ഡോക്ടർ അഡ്വാൻസ് കൊടുത്ത് പോകാൻ നമുക്ക്. അല്ലെങ്കിൽ ലെയ്ലാൻഡ് ഒരു 15 മീറ്റർ ഉണ്ട് മൾട്ടി ആക്സിൽ, നോക്കിയാലോ. ഭാവിയിൽ നോക്കാം. നമുക്ക് എന്തായാലും ടാറ്റ അൾട്രാ പ്രൈം CNG ഉള്ളിൽ കയറിയാലോ. അതെ, പക്ഷെ വരെ കയറുമ്പോൾ ഇതാണ് അൾട്രാ പ്രൈം CNGയുടെ ഒരു ഓവറോൾ ഇൻറ്റീരിയറിൽ. ഇത് 40 സീറ്റ് ആയിരിക്കും അല്ലേ? 40 സീറ്റാണ് തോന്നുന്നുണ്ട്. കണ്ടില്ലേ, ഒരു ടാറ്റയുടെ ഒരു ഓവറോൾ ക്യാബിനും അതേപോലെ ഒരു മീറ്റർ കൺസോൾ എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത് അല്ലേ നമ്മളെ? സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ. ടാറ്റ ഭയങ്കരമായിട്ട് മാറി, അഡ്വാൻസ്ഡ് ആണ്. AC-യുടെ സെൻറ്റ് CNG കാര്യങ്ങൾ ഇതൊക്കെ കൂടുതൽ സ്റ്റാർ ബസ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും സ്റ്റാഫ് ബസ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോകാം പ്രീമിയം സെഗ്മെൻറ്റിൽ. ബാ നമുക്ക് അപ്പുറത്തെ ബസ്സിൽ കൂടി കയറിയിട്ടേ നൈസായിട്ട് ഈ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം മച്ചന്മാരെ, കാരണം ഇത് കുറച്ച് ലെങ്തായി വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. കണ്ടില്ലേ, ടാറ്റയുടെ അൾട്രാ EV എന്ന് പറയുന്നൊരു വണ്ടിയാണിത്. ഒരു നല്ല ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നൊരു കളറാട്ടോ ഈ അതെന്തെല്ലാം വെച്ചില്ലേ. അതിപ്പോ ഇന്നലെ കഴിഞ്ഞ വണ്ടി മാഗ്നയിലും ഉണ്ടായിരുന്നല്ലോ. അതെ, അത് എനിക്ക് കാണുമ്പോഴേ മറ്റേ എമർജൻസി എക്സിറ്റ് എന്തെങ്കിലും സംഭവം എനിക്ക് അറിയില്ല. വേറെ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് മച്ചാമാരെ ടാറ്റയുടെ എത്ര 210 ആണോ അത്? ഇത് 210 തന്നെയാണ്. 222 ആണ്. 22 ടാറ്റയുടെ ബസ്സിൻ്റെ ചേസാണ് മച്ചന്മാരെ കാണുന്നത്. കണ്ടോ, ടാറ്റ LPO 182269 LPO 1822. ഇത് 12 മീറ്റർ ആവടാ. ടോയിങ് ഹുക്കാണ്. 12 മീറ്റർ ആവില്ലേ? 12 മീറ്റർ ആവുന്നില്ല, നല്ല ഉണ്ടല്ലോ. പിന്നെ ടാറ്റയുടെ മറ്റൊരു സിറ്റി റൈഡ് പ്രൈം എന്ന് പറഞ്ഞിട്ട് വേറൊരു വണ്ടി കൂടെ ഇവിടെ കാണാം. ഇത് മിക്കവാറും നിങ്ങൾ പറഞ്ഞ 12 മീറ്റർ തന്നെയാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റ് ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളില്ല. ഒക്കെ ഈ നൈറ്റ് സർവീസും ഏത് പ്രീമിയം ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ ടാറ്റയുടെ വേറെ വണ്ടി കൂടെ ഉണ്ട്. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അച്ഛന്മാരെ ഈ ഒരു വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകുന്നുണ്ട്. നമ്മളെന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല അല്ലേ? ദീർഘിപ്പിക്കുന്നില്ല മച്ചാമാരെ, ദീർഘിപ്പിക്കുന്നില്ല. സോ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ പ്രവാസ് 4.0 അതായത് ബസ് ആൻഡ് കാർ ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മീറ്റപ്പ് എക്സിബിഷൻ കാര്യങ്ങളൊക്കെയാണ്. അതിൽ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇത് എക്സിബിഷൻ ഹോളിലാണ് നമ്മളത്തുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതൊരു ഗ്രാൻഡ് പരിപാടിയാണ്. 3 ദിവസത്തെ പരിപാടിയാണ്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 2ാം ദിവസം, നാളെ അതായത് 31 നാളെ തീരു പരിപാടി അല്ലേ? നമ്മളിന്ന് എന്തായാലും പോവും. നമുക്ക് ജോലിയും പരിപാടിയൊക്കെ അല്ലേ? അതെ, നാളെ അവിടെ എത്തേണ്ട രീതിയിൽ ഇന്ന് രാത്രി പോകും. നമ്മൾ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. അതായത് വൈൻഡപ്പ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ആയിരിക്കും. അത് നമ്മുടെ ദാമോദർജി ആയിട്ടുള്ളൊരു ഇടപാടാണ്. ദാമോദർജി ആയിട്ടുള്ള അത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്തല്ലോ. സോ മച്ചാമാരെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു കണ്ടുപിടിക്കുക. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കയറുക, എന്തായാലും ഫോളോ ചെയ്തേക്കുക. സോ മച്ചാമാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ്.